ഹായ്, വെൽക്കം ടു ദിവസ് ടിപ്സ്. ഞാൻ ദിവ്യ. ഞാൻ ഇന്നൊരു പുതിയ ഫേസ് പാക്കുമായിട്ട് വന്നേക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് അന്ന് രാവിലെയോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മൾ ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ നല്ല ഗ്ലോ ആയിരിക്കും നമ്മളുടെ മുഖത്ത്. ആ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് മുഖം തിളങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക. നമ്മളുടെ അൺഈവൻ സ്കിൻ ടോൺ മാറാനും പിഗ്മെന്റേഷൻ മാറാനും അങ്ങനെ എല്ലാം നമ്മളുടെ ഫേസിനുള്ള ഒട്ടുമിക്ക ഇഷ്യൂസും മാറി നമ്മളുടെ മുഖം നന്നായിട്ട് ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കാപ്പിപ്പൊടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഫംഗ്ഷൻ അന്ന് രാവിലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തലേദിവസം രാത്രിയിൽ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ കംഫർട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്കാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇതേപോലെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പൊ എല്ലാം കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ പായ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പായ്ക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. പിന്നെ വേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കാപ്പിപ്പൊടിയാണ്. ഇപ്പം കാപ്പിപ്പൊടി 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. പിന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി വേണം. കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 1 ടീസ്പൂൺ ഹണിയാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ പായ്ക്കിന് വേണ്ടത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കാപ്പിപ്പൊടിക്ക് തരിതരിയുള്ള കാപ്പിപ്പൊടി എടുക്കുന്നെങ്കിൽ അതൊന്ന് അലിയാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ പായ്ക്ക് നല്ലപോലെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇത് ഇച്ചിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ 1-2 സെറ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും, ആ ഒരു തിക്കായിട്ട് വരാൻ വേണ്ടി. അപ്പോൾ 1-2-3 സെറ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഖത്തും കണ്ണിൻ്റെ അടിയിലും അതേപോലെ കഴുത്തിലും നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എല്ലാ പായ്ക്ക് ഇടുമ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ കാര്യം മറക്കരുത്, കഴുത്തിൽ വിട്ട് കൊടുക്കണം. എന്നിട്ട് ഞാനൊരു 15 മിനിറ്റ് ഇത് വെക്കുന്നുണ്ട്. ലിക്വിഡ് ഫോം ആയതുകൊണ്ട് 15-20 മിനിറ്റ് നമുക്ക് വെക്കാം. എന്നിട്ടൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്, ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ ആ കാപ്പിപ്പൊടിയുടെ ഒരു കളർ നമ്മളുടെ ഒരു ബ്രൗണിഷ് കളർ നമ്മളുടെ ഫേസിൽ കാണും. അതുകൊണ്ടാണ് ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നത്. അല്ലാതെ നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ ഒരു തരിതരിപ്പും ഒക്കെ ഇരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അപ്പം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾ പായ്ക്കിന്റെ റിസൾട്ട് കണ്ടല്ലോ, ലൈവ് ആയിട്ടുള്ള റിസൾട്ടാ. ഒരു ഫേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ടാ. ശരിക്കും കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ടാൻ മാറാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് തലേദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്താൽ മതി. ഹെവി മേക്കപ്പ് ചെയ്ത ലുക്കായിരിക്കും. അത്രയ്ക്ക് ഇതാണ്. ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല. ആ ഒരു ലുക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു കാജൽ എഴുതി അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ട ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഫംഗ്ഷനിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റും. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ അങ്ങനെ നമ്മൾ നല്ല സെറ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒരു എവിടെ ഫംഗ്ഷൻ പോയാലും എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതലുള്ള ബെല്ലൈക്കനോട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.